ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. മൊബൈൽ മോഷണ കേസിൽ 2 പേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. നിലമ്പൂർ സ്വദേശി നിഷാദ്, മലപ്പുറം സ്വദേശി രാജു എന്നിവരാണ് പിടിയിലായത്. ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ MDMA അടക്കം കടത്തിയ കേസിലും നിരവധി മോഷണ കേസുകളിലും പ്രതികളാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിരവധി കളവ് കേസിലെ പ്രതികളായ 2 പേരെ മൊബൈൽ മോഷണ കേസിൽ റെയിൽവേ SI അനിൽ മാത്യു സംഘവും പിടികൂടി. നിലമ്പൂർ വഴിക്കടവ് കോലോത്തുപറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള നിഷാന്ത്, ഇദ്ദേഹത്തിന്റെ കൂട്ടാളി മലപ്പുറം കരുവാരക്കുണ്ട് പുന്നക്കാട് വള്ളിയിൽ വീട്ടിൽ 33 വയസ്സുള്ള രാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പറയുന്നത്, പ്രതികൾ 30-ാം തീയതി രാത്രി കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആദിത്യ എന്ന പെൺകുട്ടിയുടെ ബാഗ് മോഷ്ടിക്കുകയും ഇതിലുണ്ടായിരുന്ന വില കൂടിയ മൊബൈലും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ആയിരുന്നു. ഇവരുടെ പരാതിയെ തുടർന്ന് ഷൊർണൂർ RPF, ഷൊർണൂർ റെയിൽവേ പോലീസും പരിശോധിച്ചതിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് വില കൂടിയ 2 മൊബൈൽ ഫോൺ മറ്റും പിടിച്ചെടുത്തു. ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയ ആദിത്യ എന്ന പെൺകുട്ടിയുടേതും മറ്റൊന്ന് കണ്ണൂർ സ്വദേശിയായ ശ്രീജേഷ് എന്ന വ്യക്തിയുടെയും ആണെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. 2025 തീയതി രാത്രി 12:00 ഷൊർണൂരിൽ എത്തിച്ചേർന്ന അന്ത്യോദയ എക്സ്പ്രസ്സിൽ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, മുളന്തുരുത്തി സ്വദേശിയായ ആദിത്യ എന്ന പെൺകുട്ടി കാസർഗോഡ് നിന്ന് എറണാകുളത്ത് യാത്ര ചെയ്യുമ്പോൾ ഷൊർണൂർ വെച്ച് അവരുടെ ബാഗ് നഷ്ടപ്പെട്ടു. ആ ബാഗിൽ ഒരു 15,000 രൂപ വിലപിടിപ്പുള്ളൊരു ഫോണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണം നടത്തി വരവേ ഉദ്ദേശം ഒരു 2 മണിയോടെ സംശയമായ സാഹചര്യത്തിൽ നമുക്ക് 2 ആൾക്കാരെ കിട്ടി. ആ 2 ആളുടെ വേറെ വേർഡ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പല കളവ് കേസുകളിലും പ്രതിയായിട്ടുള്ളതാണ്. ഒരാൾ അതിൽ MDMA കേസിലും പ്രതിയായിട്ടൊന്നും മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് 2 ഫോണുകളാണ് നമുക്ക് കിട്ടിയത്. അത് 2ഉം ലോക്ക് അഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോണാണ്. അപ്പോൾ ആ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫോണ് അവർ ഇവിടെ നിന്ന് എടുത്ത ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫോൺ തന്നെയായിരുന്നു. 2ാമത്തെ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിൽ മദ്യപിച്ച് കിടന്നിരുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോണാണ്. അങ്ങനെ 2 കളവ് കേസിൽ നമ്മൾ ഷൊർണൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രതിയായ 1ാം പ്രതിയായ നിഷാബിന് മൊത്തം 5 കേസുകളാണ്. 5-ലൊരു MDMA കേസും അതിലൊരു 3.5 കൊല്ലത്തോളം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചു. രാജുവിനാണെങ്കിൽ മൊത്തം 4 കേസ് ഉണ്ട്. അതിൽ 2 കളവ് കേസുകളാണ്. ഈ കളവ് കേസിന് പുറമെ നമ്മളൊരു സെക്ഷൻ BNS 313 കൂടി ഈ കേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പരമാവധി 7 കൊല്ലം വരെ അതിന് ശിക്ഷ കിട്ടും. അതായത് മുൻ ശിക്ഷക്കാർ അല്ലെങ്കിൽ മുൻ കുറ്റവാളികൾ കവർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ഒരു സ്ഥലത്ത് 2 പേരും ഒന്നിച്ചു കൂടുകയാണെങ്കിൽ ആ സെക്ഷൻ കൂടി ചേർത്താണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. ഇവർ നിരവധി സ്റ്റേഷനുകളിൽ കളവുകേസിലും മറ്റും പ്രതികളാണ് എന്ന് SI പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരായ C. സുമേഷ്, മഗ്നീഷ്, രതീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCV ന്യൂസ്, ചേലക്കര.